ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. പൈനാപ്പിളും ചിക്കനും വെച്ചിട്ടുള്ള ഒരു കോംബോ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പൈനാപ്പിളും റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. അധികം കനം കൂട്ടി കട്ട് ചെയ്യരുത്, കുറച്ചൊരു തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ ഒരു പിടി തേങ്ങ, പിന്നെ വേണ്ടത് ബ്രെഡ്. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ചിക്കനിലേക്ക് ഒരൽപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പൈനാപ്പിളിൻ്റെ സ്വീറ്റ്നെസ് ഒക്കെ കവർ ചെയ്യണമെങ്കിൽ ഇതിന് കുറച്ച് സ്പൈസി ആയിരിക്കണം. ഇനി പൈനാപ്പിളും ഇതുപോലെ ഉപ്പും മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പാൻ വെച്ച് ഫ്രൈ ചെയ്യാം. ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. അങ്ങനെ പൈനാപ്പിൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സെയിം പാനിൽ തന്നെ ഒരല്പം ഓയിൽ ചേർത്ത് ചിക്കൻ ഫില്ലിങ്ങും കൂടെ റെഡിയാക്കാം. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ ചിരകി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടിയൊക്കെ മതിയാകും, അധികം തേങ്ങ ചേർക്കണ്ട. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ചധികം സമയം ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായി വൈറ്റ് സോസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരൽപ്പം ചീസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ചീസായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിലും ഈ വൈറ്റ് സോസ് തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരല്പം നെയ്യ് ചേർത്ത് ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്ത് ജസ്റ്റ് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുക. അധിക സമയമൊന്നും വേണ്ട. അങ്ങനെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മേലെ വൈറ്റ് സോസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൈനാപ്പിൾ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരല്പം ചിക്കൻ ഫില്ലിങ്ങും അതുപോലെ തന്നെ വൈറ്റ് സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രെഡ് വെച്ച് കവർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ ചിക്കൻ കോംബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ആ പൈനാപ്പിളിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും അതുപോലെ ചിക്കൻ്റെ സ്പൈസിയൊക്കെ കൂടിയാകുമ്പം ഇത് കഴിക്കാൻ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്